Welcome back to Anunaisvlog. ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കുട്ടി വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹസിക്കുട്ടൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ്. അവനെ നമ്മൾ വീക്കെൻഡ്സിലാണ് ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകുന്നത്. ശരിക്കും ഇപ്പോൾ ഒരു 1 മന്തായിട്ടാണ് നമ്മളങ്ങനെ പുറത്തൊക്കെ പോയി തുടങ്ങിയത്. അതുവരെയും വീട്ടിനകത്ത് തന്നെ ആയിരുന്നു. വീട്ടിനകത്ത് ഇരുന്ന് അവൻ ശരിക്കും മടുത്തു, ഞാനും. പിന്നെ നമ്മുടെ ഓസ്മോ പോക്കറ്റ് മേടിച്ചിട്ട് നമ്മൾ ഔട്ട്ഡോർ പോയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പുതിയ ക്യാമറയിലൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കണമല്ലോ, അങ്ങനെ കരുതി വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, മർജാൻ ഐലൻഡ്. അപ്പോൾ അവിടെ നിന്ന് സൺസെറ്റൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് അവിടെ നിന്ന് കാണാൻ. പിന്നെ അവിടെ കുട്ടികളുടെ പാർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹസി ഇപ്പോൾ ചെറുതായിട്ട് സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെ അവിടെ സൈക്കിൾ ചവിട്ടിക്കാം, പാർക്കിൽ കുറച്ച് നേരം കളിപ്പിക്കാം, അങ്ങനെയൊക്കെ കരുതി നമ്മൾ പോയതാണ്. പക്ഷേ നമ്മൾ എല്ലായിടത്തും വളരെ നേരത്തെ എത്തുന്ന ആൾക്കാരും കൃത്യസമയം പാലിക്കുന്ന വളരെ പങ്ക്ച്വാലിറ്റി ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സൂര്യൻ അസ്തമിക്കാറായി. പിന്നെ നമ്മൾ പോയത് വ്യാഴാഴ്ച ഈവനിങ്ങാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ സൂര്യമ്മാവനൊക്കെ പോയി, അമ്പിളിയമ്മാവനും വന്നു. പക്ഷേ രാത്രിയും അവിടെ കാണാൻ നല്ല രസമാണ്. നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ എല്ലായിടവും കാണാൻ നല്ല രസമാണ്. ഇന്നത്തെ വീഡിയോ ഫുൾ ഹസീബിനെ പറ്റിയാണ് കേട്ടോ. ഹസീബിൻ്റെ കളികളും സൈക്കിൾ ചവിട്ടലും പിന്നെ ലാസ്റ്റ് ഹസീബിൻ്റെ ഒരു ടോയ് അൺബോക്സിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ക്യാമറ പറ്റി പറയുവാണെങ്കിൽ സൂപ്പർ ക്യാമറയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സെറ്റിങ്സൊക്കെ നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത് നമുക്ക് മനസ്സിലാവും. നമുക്ക് വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെ നമുക്ക് സെറ്റിംഗ് മാറ്റണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ വന്ന് തുടങ്ങും. വ്ളോഗൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ക്യാമറയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് വളരെ ഈസിയാണ്. നമുക്ക് യാതൊരു പ്രയാസവും കാര്യങ്ങളൊന്നും തോന്നില്ല കേട്ടോ. ഈ ക്യാമറയുടെ വിശദമായിട്ടുള്ളൊരു റിവ്യൂ ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് കുറച്ചും കൂടി ടൈം വേണം. ഞാൻ ഈ ക്യാമറ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മളൊരു റിവ്യൂ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ടാണ് ഈ സമയം എടുക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ജിംബൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്റ്റേബിളായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഒത്തിരി ഷെയ്ക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരില്ല. ഞാൻ ഈ വീഡിയോ കുറേയൊക്കെ ഞാൻ കാറിലിരുന്നാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല വീഡിയോസാണ് എല്ലാം. അധികം ഷെയ്ക്കും കാര്യങ്ങളും അങ്ങനെ യാതൊന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാകും. ഇതൊരു ഫേമസ് റിസോർട്ടാണ് കേട്ടോ, ദ കോവ് റോട്ടാന. അങ്ങനെ അവസാനം നമ്മൾ മർജാൻ ഐലൻഡിലെത്തി. ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. ആ ട്രീസിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫുൾ കാണാൻ നല്ല രസമാണ്. നമ്മൾ താമസിക്കുന്ന വില്ലയിൽ നിന്ന് ഇവിടം വരെ വരാൻ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര വൈകിപ്പോയത്. ഈ കാണുന്ന എല്ലാ ഹോട്ടൽസാണ്. ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്.
അങ്ങനെ നമ്മൾ ഒരിടത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുട്ടികളുടെ പാർക്കിൻ്റെ ആ ഒരു സൈഡിൽ നമ്മൾ ഇറങ്ങിയില്ല. അവിടെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മോനെ അവിടെ ഇറക്കിയില്ല. അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സൈഡിലാണ് നമ്മൾ ഇറങ്ങിയത്. ഇത് കടലിൻ്റെ ഒരു പോർഷനാണ്. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ. പകലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റിയേനെ. ഒരു ദിവസം പകൽ വന്ന് ഷൂട്ട് ചെയ്യാം. നല്ല രസമാണ്. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. ചൂടില്ല, ഭയങ്കര തണുപ്പും അല്ലാത്ത നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ ഈവനിങ്ങിലൊക്കെ. ഇക്ക പോയി ഹസിയുടെ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു. അത് കണ്ടിട്ടുള്ള സന്തോഷ ഓട്ടമാണ് ഹസി.
ഹസി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ ഇപ്പോഴാണ് ഒന്ന് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചത്. ഈ സൈക്കിള് ഹസിയുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് നമ്മൾ മേടിച്ചതാണ്. ഇപ്പോൾ 4ാമത്തെ വയസ്സാവാറായി. ഇപ്പോഴാണ് അവൻ സൈക്കിള് ചവിട്ടി ഒന്ന് പഠിച്ചത്. ഹസി നന്നായിട്ട് ക്ഷീണിച്ചു. അവനൊരു 1 അവറോളം സൈക്കിൾ ചവിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ റെസ്റ്റ് എടുക്കുവാണിപ്പോൾ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനായിട്ട് കാറിൽ കയറി. ഹസി നന്നായിട്ട് ക്ഷീണിച്ചു സൈക്കിൾ ചവിട്ടി. അങ്ങനെ നമ്മൾ മർജാന ഐലാൻഡിൽ നിന്ന് തിരിച്ചു പോവാണ്. ആ ലെഫ്റ്റ് കാണുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. പക്ഷേ അത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. രാത്രി ഫുൾ ലൈറ്റ് ഇട്ടിട്ട് കാണാൻ നല്ല രസമാണ്. രാത്രി അതിങ്ങനെ ഫുൾ ലൈറ്റായിട്ട് കാണാനായിട്ടൊരു ഭയങ്കര ഭംഗിയാണ്. നമുക്ക് അവിടെ പോയി ആ ഹോട്ടലൊന്ന് കണ്ടിട്ട് വരാം. ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാൻ. ഈ ക്യാമറയിൽ അത് എത്രത്തോളം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല ഭംഗിയാണത് കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ ലുലുവിലൊക്കെ കയറി സാധനങ്ങളൊക്കെ മേടിച്ചു. കൂട്ടത്തിൽ ഹസീബിനൊരു ടോയ് മേടിച്ചു. ഹസിക്ക് നമ്മൾ ഇതുവരെ ഗണ്ണൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഗണ്ണ് വാങ്ങിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ബില്ലടിക്കാൻ പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഫുൾ ടൈം കയ്യിലായിരുന്നു. വീടെത്തുന്നത് വരെ കയ്യിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. വണ്ടി കയറിയിട്ടാണെങ്കിലും എല്ലാം.
പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഒത്തിരി ലേറ്റായി. അതുകൊണ്ട് അന്ന് രാത്രി നമ്മൾ ടോയ് അൺബോക്സ് ചെയ്തില്ല. പിറ്റേ ദിവസമാണ് നമ്മളത് അൺബോക്സ് ചെയ്യുന്നത്. ഹസി കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടോ രാത്രി വീട്ടിൽ പോയിട്ട്. ഹസീബിൻ്റെ ഫസ്റ്റ് ടോയ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹസീബിൻ്റെ പ്ലേ ഏരിയയിലൊക്കെ ഇരുന്നാണ് ഷൂട്ട് ചെയ്തത്. ഇത് വാട്ടർ ഗണ്ണായിട്ടും യൂസ് ചെയ്യാം. ആ പോർഷനിൽ വെള്ളം നിറച്ചിട്ട് നമുക്കത് വാട്ടർ ഗണ്ണായിട്ട് യൂസ് ചെയ്യാം. ഹസീബിന് നമ്മളത് കാണിച്ചു കൊടുത്തിട്ടില്ല. അതറിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം അതിലായിരിക്കും കളി, വെള്ളത്തിലായിരിക്കും കളി. വെള്ളം അവനൊരു വീക്ക്നെസ്സാണ്. ഹസീബിന് ഞാൻ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരുന്നു. ശരിക്കും ഹസീബിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചതെങ്കിലും അത് കളിക്കുന്നത് ഞാനാണ്. ഈ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്, ക്യാമറയിലല്ല. അപ്പോൾ നമ്മുടെ കുട്ടി ഈവനിങ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ, താങ്ക് യു.